പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം ഭഗവതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ, ഷാജി വാഴി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് കേരളത്തിൻ്റെ തെക്കോട്ട് സഞ്ചരിച്ച ബ്രാഹ്മണ കുടുംബങ്ങൾ ഇന്ന് കാണുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്ന് താമസമാക്കുകയും അവരുടെ പരദേവതയായിട്ടുള്ള ദുർഗാദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ ഇവിടെ താഴ്ന്ന പ്രദേശം കൂടി ആയതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥലത്തിന് പാലക്കാട്ടുതാഴം എന്ന പേര് പിന്നീട് വരാൻ ഇടയായത്. ക്ഷേത്രം നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും 1986-81 കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പരിവാർ സംഘടനയായിട്ടുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ഇതിനുശേഷം 2015 നമ്മൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തി അതിവിപുലമായ രീതിയിൽ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഉത്സവാദി കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ വിപുലമായി നടക്കാൻ പോവുകയാണ്. അപ്പൊ ഈ തൊട്ടടുത്ത ദിവസം നമ്മൾക്ക് ഉത്സവം തുടങ്ങും. നമ്മുടെ കീഴ്ക്കാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികമായ മീനത്തിലെ ഭരണി നാള് മുതൽ കാർത്തിക നാൾ വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഉത്സവമായി ആഘോഷിക്കുന്നത്. അത് ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി മുതൽ ഏപ്രിൽ 11-ാം തീയതി വരെയുള്ള 8 ദിവസമാണ് നമ്മൾ ഉത്സവം അതിവിപുലമായ രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് നമ്മുടെ ഈ മീനഭരണി ഉത്സവം. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അശ്വതി, ഭരണി, കാർത്തിക. ഈ 3 ദിവസങ്ങളിൽ അശ്വതിയുടെ അന്ന് താലപ്പൊലി കീഴ്ക്കാവിലെ ഭദ്രകാളി ദേവിക്കും, കാർത്തികയുടെ അന്ന് താലപ്പൊലി വലിയകാവിലെ ദുർഗാദേവിക്കും വേണ്ടിയാണ് നമ്മൾ താലപ്പൊലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ദേവിയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതും നേരിട്ട് അനുഭവം ഉള്ളതുമായ വിളിച്ചാൽ വിളി കേൾക്കുന്ന, നമ്മളെ ഏത് കാര്യസാധ്യത്തിന് വേണ്ടിയും ക്ഷേത്രത്തിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ അത് നടപ്പിലാക്കി കിട്ടുന്ന ഒരു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് പാലക്കാട്ടുതാഴത്തെ പരദേവതയായിട്ടുള്ള നമ്മുടെ ദുർഗാ ഭഗവതി. നമസ്കാരം. പാലക്കാട്ടുതാഴത്തെ തിരുമേനിയാണ് രഞ്ജു ശർമ്മ. 14 വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു. വലിയകാവിലെ ദുർഗയാണ് പ്രതിഷ്ഠ. ഉപദേവന്മാർ ഗണപതി, ശിവൻ, ശാസ്താവ്. ഇവിടുത്തെ നിവേദ്യം പാൽപ്പായസമാണ് ദുർഗയ്ക്ക്. ചെറിയകാവിൽ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. കടുംപായസമാണ് അവിടുത്തെ നിവേദ്യം. അമ്മേ നാരായണ, ദേവി നാരായണ. പാലക്കാട്ടുതാഴം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ മാതൃസമിതി പ്രസിഡൻ്റായ ശ്രീമതി സുശീല സദാശിവനാണ് ഞാൻ. മീനഭരണി കാർത്തിക മഹോത്സവത്തിന് മാതൃസമിതിയുടെ ഉത്സവാശംസകൾ. എൻ്റെ പേര് ശങ്കരൻ. ഞാൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ, ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ പാലക്കാട്ടുതാഴം ഭഗവതി ക്ഷേത്രം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനോടൊപ്പം ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ക്ഷേത്രവും അതിൻ്റെ പരിസരവുമാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്ന് അതെല്ലാം മാറി വളരെയധികം മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് 2 ക്ഷേത്രത്തിലും നിത്യപൂജയും അതുപോലെ എല്ലാ ഉത്സവങ്ങളും ഭംഗിയായി നടക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും, ഹിന്ദു സമാജത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ക്ഷേത്ര പരിപാടിയിലും ഭരണത്തിലും എല്ലാ കാര്യങ്ങളിലും തുല്യമായ പങ്കാളിത്തവും എല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊരു ജനകീയമായ രീതിയിലേക്ക് മാറി നല്ലൊരവസ്ഥയിലേക്ക്, നല്ല എല്ലാ ജനങ്ങൾക്കും
പങ്കെടുക്കാവുന്ന എല്ലാ ജനങ്ങളുടെയും ആശ്രയ കേന്ദ്രം എന്ന നിലയിൽ ഈ ക്ഷേത്രം ഉയർന്നു വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ പാലക്കാട്ട് താഴം ഭൗതിക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഏപ്രിൽ 4 മുതൽ 11 വരെയാണ് പാലക്കാട്ട് താഴം ഭൗതിക്ഷേത്രത്തിൻ്റെ മീനഭരണി കാർത്തിക മഹോത്സവം. ഈ ഉത്സവത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ മീനഭരണി കാർത്തിക മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പെരുമ്പാവൂർ പാലക്കാട്ട് താഴം ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. പാലക്കാട്ട് താഴം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന മീനഭരണി കാർത്തിക മഹോത്സവത്തിന് മാതൃസമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കരുണാമുരളീധാരാ മനസ്സി നിറയ്ക്കുക കണ്ണാ കരുണാമുരളീധാരാ ഗോകുലമണിയും മണിയും നീയേ ഗോപികാഹൃതി നിനവും നീയേ വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ കാളിയമർദ്ധക ഞങ്ങളുടെ കൺകളിൽ അമൃതെഴുതൂ നിൻ മിഴിയാൽ കരുണാമുരളീധാരാ